ക്ലാസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ആ ചോദ്യം ആദ്യം ഒന്ന് വായിക്കാം. രണ്ട് അരിത്തമെറ്റിക് സീക്വൻസുകൾ തന്നിരിക്കുന്നു, 1, 5, 9 etc. and 3, 7, 11 etc. These are two arithmetic sequences. Find the difference between the sums of the first 20 terms of these two sequences. ഇതാണ് ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് ആദ്യത്തേത് കാണാം, അടുത്ത 20 ടേംസിൻ്റെ സമ്മ് രണ്ടാമത്തേത് നിന്ന് കണ്ടുപിടിക്കാം. ഇവ തമ്മിൽ ഡിഫറൻസ് കാണാം. ഇങ്ങനെയായിരിക്കാം സാധാരണ ഒരു കുട്ടി ആലോചിക്കുക. എന്നാൽ ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. ഇവിടുത്തെ സെയിം പൊസിഷനിലുള്ള ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടാൽ ആ ഡിഫറൻസുകളുടെ സമ്മ് നമ്മളോട് ചോദിച്ച ചോദ്യവും സെയിമാണ്. അതായത് ഡിഫറൻസ് ഓഫ് സംസ് എന്ന് പറയുന്നത് സം ഓഫ് ഡിഫറൻസസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ 1 + 5 + 9 ആദ്യത്തെ രണ്ടാമത്തെ സീക്വൻസ് 3 + 7 + 11 + etc. 20 terms. അതായത് 20 terms. Minus of 1 + 5 + 9 + etc. 20 terms. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരേ സ്ഥാനത്തുള്ള ടേംസ് നമ്മളൊന്ന് മൈനസ് ചെയ്യാം. 3 - 1 പ്ലസ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 7 - 5 ഒരേ സ്ഥാനത്തുള്ള ടേംസിൻ്റെ ഡിഫറൻസുകൾ എടുത്തിട്ട് അത് ആഡ് ചെയ്യും. 11 - 9 etc. അങ്ങനെ നമുക്ക് എത്ര വരും? ഒരു 20 ടേംസ് വരും, 20 നമ്പേഴ്സ് വരും. അത് ഇത് 2 ആണ്, ഇതും 2 ആണ്, ഇതും 2 ആണ്, പ്ലസ് എക്സെട്ര. അങ്ങനെ 20 നമ്പേഴ്സ്. ഇത് 2 വീതം 20 തവണ കൂട്ടുക എന്ന് പറഞ്ഞാൽ, ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 × 20 ആണ്, which is equal to 40. So the answer is 40. ഇങ്ങനെ ഒരു ചോദ്യം പരിചയപ്പെടുത്താനുണ്ടായ കാരണം, ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനേഷനിൽ ഇതേപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിലെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ആധാരമാക്കിയാണ് മൂന്നാമത്തെ ഭാഗം ചോദിച്ചിട്ടുള്ളത്. അവിടെ കാൽക്കുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് 24ാമത്തെ ചോദ്യം എല്ലാവരും നോക്കുക, മോഡൽ പരീക്ഷയുടെ 24ാമത്തെ ചോദ്യം. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരം, ഒന്നാമത്തത് ആ സീക്വൻസുകൾ ഞാനൊന്ന് എഴുതാം. 6, 11, 6, 11, 16, 21 etc. അടുത്ത രണ്ടാമത്തെ സീക്വൻസ് 7, 13, 19, 25 etc. ഇതാണ്. ഈ 2 സീക്വൻസിൽ ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് ടേംസിന്റെ ഡിഫറൻസ് എന്താണെന്നാണ്.
ഈ ഫസ്റ്റ് ടേംസിന്റെ ഡിഫറൻസ്, ഒന്നാമത്തതിലെ ഡിഫറൻസ് ഒന്നാമത്തെ ടേം തമ്മിലുള്ള ഡിഫറൻസ് 1, രണ്ടാമത്തെ ടേം തമ്മിൽ 2, മൂന്നാമത്തെ ടേം തമ്മിൽ 3, നാലാമത്തെ ടേം തമ്മിൽ 4. ഇങ്ങനെയാണ് ആ ഡിഫറൻസിന്റെ സീക്വൻസ് പോകുന്നത് ഈ ചോദ്യത്തിൽ. അപ്പൊ നമുക്ക് ഇത് ഡിഫറൻസിന്റെ സീക്വൻസ് ഓഫ് ഡിഫറൻസുകളുടെ സീക്വൻസ് 1, 2, ഇതിന്റെ രണ്ടിന്റെ 1, ഇത് രണ്ടും അതിന്റെ ഡിഫറൻസ് 2 ആണ്. ഇങ്ങനെ പോകുന്നു. അതിലോ ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഫസ്റ്റ് ടേംസ്? ഫസ്റ്റ് ടേമിന്റെ ഡിഫറൻസ് ആൻസർ 1 ആണ്. അപ്പോൾ എയുടെ ആൻസർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബി, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദി ഫിഫ്ത്ത് ടേംസ്? അഞ്ചാമത്തെ ടേം. അപ്പോൾ ഒന്നാമത് ഡിഫറൻസ് 1, രണ്ടാമത് 2, മൂന്നാമത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചാമത് 5 തന്നെയായിരിക്കും. സോ ആൻസർ ഓഫ് ദ സെക്കൻഡ് പാർട്ട് ഈസ് 5. ഇനി സി ചോദിച്ചത്, കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സംസ് ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസസ് എന്നാണ്. ഈ രണ്ട് സീക്വൻസിന്റെയും ഫസ്റ്റ് 20 ടേംസിന്റെ സം എന്താണ് എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1 + 2 + 3 + 4 + അങ്ങനെ മൂന്നാമത്തെ ഉത്തരം പ്ലസ് എത്ര ആയിരിക്കും? ഒന്നാമത് 1, രണ്ടാമത് അപ്പോൾ 20 ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദി ആൻസർ. അതായത് സം ഓഫ് ഡിഫറൻസസ് between the sums. The difference between the sums of the first 20 terms of these sequences. അവിടെ ഇതിന്റെ 20 എണ്ണത്തിന്റെ സമ്മും ഇതിന്റെ 20 എണ്ണത്തിന്റെ സമ്മും കണ്ടിട്ട് മൈനസ് ചെയ്യുകയല്ല ആ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യത്തെ 2 ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സോ ദിസ് ഈസ് ദി ആൻസർ ഓഫ് സി. സിയുടെ ആൻസർ ഇങ്ങനെയാണ് വരിക. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 20, അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. 20 × 21/2. അങ്ങനെ വന്നാൽ അത് 210 ആണ്. 210. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായി ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യവുമായിട്ട് വളരെ സാമ്യം ഇതിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം മോഡൽ വന്നാൽ ഇതേപോലൊരു ചോദ്യം നമ്മളോട് SSLCക്ക് ചോദിച്ചുകൂടുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു ചോദ്യം പരിചയപ്പെടുന്നത്. ഇതേപോലെയുള്ള ഏത് ചോദ്യവും ഇതിനു മുമ്പും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഈ മാർഗമായിരിക്കും എളുപ്പം. ഇവിടെ ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഭാഗം വന്നിട്ടുണ്ട്. അത് പിന്നെ nth ടേംസ് 5n + 1 ആൻഡ് 6n + 1. ഈ രണ്ട് nth ടേംസ് ആണ് ഈ രണ്ട് സീക്വൻസിനുള്ളതെങ്കിൽ അതിൻ്റെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി 40th ടേംസ്? ഇവിടെ 40th ടേംസിന്റെ ഈ തന്നിരിക്കുന്ന nth ടേംസ് ആക്ച്വലി ഈ രണ്ട് സീക്വൻസിന്റെ തന്നെയാണെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ദ ആൻസർ വിൽ ബി 40. അല്ലേ? 40 വന്നേക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 40th ടേംസ് ആണ്. 40ാമത്തെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നാമത്തെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1, രണ്ടാമത്തേത് തമ്മിൽ 2, മൂന്നാമത്തേത് തമ്മിൽ 3 ആണെങ്കിൽ 40ാമത്തത് തമ്മിലുള്ള ഡിഫറൻസ് 40 തന്നെയാണ്. ഇനിയും അതല്ല എങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും 40ാമത്തെ ടേം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുന്നു. ആക്ച്വലി അത് നമുക്ക് 40 ആണെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മറ്റൊരു വസ്തുതയുമായി മറ്റൊരു ചോദ്യവുമായി ഒരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.